ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. രാവിലെ ഞാൻ എണീറ്റില്ലെങ്കിലും എന്നെ വന്ന് വിളിച്ചെണീപ്പിക്കാൻ ഇദ്ദേഹം എപ്പോഴും ഉണ്ടാവും. ഇതാണ് റിറ്റി. എപ്പോഴും എന്നെ വന്ന് വിളിച്ചെണീപ്പിക്കുന്നത് ഇവളാണ്. സമയം 12 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ വീട്ടുജോലിയിലോട്ട് കടക്കുന്നത്. വീട്ടുജോലി എന്ന് പറയുമ്പം വലിയ പണികളൊന്നുമില്ല, പ്രത്യേകിച്ച് ക്ലീനിങ്, അത്രേ ഉള്ളൂ. അങ്ങനെ വെളിയിലെല്ലാം ക്ലീൻ ചെയ്ത് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ബാക്കിൽ ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടത്. വേറെ ആരുമല്ല, റിറ്റി തന്നെയാണ്. അവൾ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണ് മേളിലെല്ലാം വല കെട്ടിയിരിക്കുന്നുണ്ട്. പിന്നെ അത് വെറുതെ വിടാൻ പാടില്ലല്ലോ. കിട്ടുന്ന ഒരു ദിവസം നിന്ന് മാക്സിമം സെറ്റാക്കുക. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് പണി തീർത്ത് ഇപ്പോഴത്തെ സൈഡിലോട്ട് വന്നപ്പം എമി ഇവിടെ സുഖം ഉറക്കം. അങ്ങനെ കുറച്ച് നേരം എമിയൊക്കെ ഡിസ്റ്റർബ് ചെയ്ത് വീണ്ടും അപ്പുറ സൈഡിലോട്ട് വന്നു. അവിടെ കുറച്ച് ക്ലീനിങ് പരിപാടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ദീപാവലി ലെഫ്റ്റ് ഓവേഴ്സ് അവിടെ മതിലിൻ്റെ പുറത്തിരിക്കുന്നുണ്ടത്. അന്ന് ചൂട് കൊണ്ട് മാറ്റി വെച്ചതാണെങ്കിലും ഇത്രയും ദിവസമായിട്ട് അതെടുത്ത് കളഞ്ഞിട്ടില്ല. അതും ഞാൻ തന്നെ എടുക്കണം. അങ്ങനെ അതെല്ലാം എടുത്ത് റിറ്റിക്കും കാണിച്ചു കൊടുത്ത് അങ്ങെടുത്ത് ദൂരെ കളഞ്ഞു. പിന്നെ ഇവള് ഞാൻ പണി ചെയ്യാൻ എപ്പോൾ വെളിയിറങ്ങുന്നു അപ്പം എൻ്റെ കൂടെ വെളിയിറങ്ങും. ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്തോ കൂട്ടി കിടന്ന് കാണുന്ന എൻ്റെ കുട്ടിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുമ്പം എപ്പോഴും എൻ്റെ കൂടെ വേണം. അത് കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നപ്പോഴോ അവിടെ ഒരു മേളമായിട്ട് കിടക്കുന്നു. പിന്നെ അത് കണ്ട് തൃപ്തി അടങ്ങാത്ത ഞാൻ പെട്ടെന്ന് തന്നെ അതിലോട്ട് കിടന്നു. പിന്നെ ചടപടേ ജോലിയായി. റോബോട്ടിനേക്കാളും സ്പീഡിലാണ് ഞാൻ കിച്ചണിൽ കയറിയ ജോലി ചെയ്യുന്നത്. എനിക്ക് വീടും പരിസരവും പ്രത്യേകിച്ച് കിച്ചണും എല്ലാം നല്ല വൃത്തിയായി കിടക്കുന്നത് എന്തോ മനസ്സിനൊരു സുഖമാണ്. എവിടെയെങ്കിലും വൃത്തികേടായി കിടന്നാൽ പിന്നെ ആ ഒരു ദിവസം അങ്ങ് പോകും. അങ്ങനെ പിന്നെ കുറച്ചധികം പണി കിച്ചണിലുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കിച്ചണെല്ലാം ക്ലീനാക്കി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഒരു ലോഡ് പാത്രങ്ങൾ. അങ്ങനെ അതെല്ലാം കഴുകി ക്ലീനാക്കി കിച്ചൺ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എല്ലാം കഴുകി വെച്ചാൽ മാത്രം പോരല്ലോ. ഈ സാധനങ്ങൾ എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ തിരിച്ച് പ്ലേസ് ചെയ്യണ്ടേ. ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും കിച്ചണിൽ എന്തൊക്കെയോ ഭാരങ്ങളുള്ള പോലെ തോന്നും. അതുകൊണ്ട് അതെല്ലാം ക്ലീനാക്കി അടുത്തത് തൂക്കാനിറങ്ങി. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം എങ്ങനെ ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കിയിടാം എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ആരൊക്കെ എങ്ങനെ ചിന്തിക്കും? എന്തായാലും എനിക്ക് എൻ്റെ വീട് എപ്പോഴും ക്ലീനായി കിടക്കണം. പെട്ടെന്ന് പുറത്തുനിന്ന് ഗസ്റ്റ് വന്നാലോ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലിരിക്കുമ്പം ക്ലീൻ ആക്കിയിട്ട് അവിടെ ഇരിക്കാനാണ് ഇഷ്ടം. തൂത്തെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പണി തുടയ്ക്കലാണല്ലോ. ഇവിടെ 2 മഹതികളുള്ളത് കാരണം എപ്പോഴും എൻ്റെ വീട് വൃത്തികേടായാണ് കിടക്കാറ്. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും പറ്റിയ അതുങ്ങളുടെ പുറകെ മോപ്പും കൊണ്ടാണ് ഞാൻ നടക്കാറ്. അങ്ങനെ വീടെല്ലാം ക്ലീനാക്കി തൂത്ത് തുടച്ച് നീറ്റാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അങ്ങനെ വീടെല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീട്ടിൽ നല്ലൊരു സ്മെല്ല് കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ സ്മെല്ല് നോക്കി പോയ എനിക്ക് കിട്ടിയത് ഇതാണ്. ഇത് പിന്നെ കത്തിച്ച് അവിടെ വെച്ച് കഴിഞ്ഞപ്പം വീട് ഫുൾ നല്ലൊരു സ്മെല്ലായിരുന്നു. താഴത്തെ പണിയെല്ലാം കഴിഞ്ഞ് അടുത്ത മുകളിലോട്ട് വന്നു. എൻ്റെ റൂമെല്ലാം വൃത്തിയാക്കി അവിടെ എല്ലാം മടക്കി വെച്ച് പിന്നെ ബെഡെല്ലാം വിരിച്ച് നീറ്റാക്കിയപ്പം അവിടെ അടിപൊളിയായി. അങ്ങനെ റൂമെല്ലാം വൃത്തിയാക്കി താഴെ വന്നപ്പോഴാണ് 2 പേരില്ലേ അവരെ കുളിപ്പിച്ചില്ലല്ലോ എന്നോർത്തത്. അങ്ങനെ അവരെല്ലാം കുളിപ്പിച്ച് ടയേർഡായ എനിക്ക് അടുത്ത ലഞ്ച് കഴിക്കാൻ ടൈമായി. അങ്ങനെ നേരെ പോയി ലഞ്ചെല്ലാം കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ വന്നില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. വരേണ്ട സമയം കഴിഞ്ഞേ. അങ്ങനെ ഒരു 10 മിനിറ്റൂടെ കഴിഞ്ഞപ്പം അമ്മ വന്ന പാടെ വീട്ടിൻ്റെ അകത്ത് കയറാതെ അപ്പുറത്തെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം
എനിക്ക് വയ്യേ എന്നും പറഞ്ഞ് വരുന്നൊരു വരവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓൺലൈനിൽ നിന്നെന്തോ നല്ലൊരു കമ്മൽ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രഹസനമാണിത് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്മ വന്ന് ഫുഡെല്ലാം കഴിച്ച്, ഞാനെന്തിനെ ക്യാമറയും കൊണ്ട് നിൽക്കുന്നതെന്നല്ലേ. ഈ വീട്ടിലുള്ള എല്ലാവരും എടുത്ത സാധനം തിരിച്ചതേപോലെ വയ്ക്കാറില്ല. ഈവൻ പ്ലേറ്റ്സ് ആണെങ്കിലും എന്തെങ്കിലും ആക്സസറീസ് ആണെങ്കിലും എന്താണെങ്കിലും ഇതെല്ലാം പ്രോപ്പറായിട്ട് വെക്കുന്നുണ്ടോ, എല്ലാം എടുക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഞാനിവിടെ ഇൻസ്പെക്ഷന് നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ ആൻറ്റി അവിടെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ആൻറ്റിയുടെ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആൻറ്റി അടുത്ത് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആൻറ്റിയെ താഴെ നിന്നൊരാൾ വിളിക്കുന്ന സൗണ്ട് കേട്ടത്. വേറെ ആരുമല്ല, നമ്മുടെ നിലു. അങ്ങനെ പിന്നെ നിലുവിനെ പിന്നെ കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അങ്ങനെ ആൻറ്റിയോട് പറഞ്ഞ് ആൻറ്റി ഇപ്പം നിലുവിനെ എടുത്ത് കാണിക്കുവേ. നീലു പിന്നെ എല്ലാം കൂടെ കണ്ടപ്പോൾ മൊത്തത്തിൽ അങ്ങ് വണ്ടറടിച്ചിരുന്നു. അങ്ങനെ അമ്മയും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം അടുത്ത എൻ്റെ സെൽഫ് കെയറിനുള്ള ടൈമായി. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എൻ്റെ തല ഇന്നാണ് കുറച്ച് എണ്ണ കാണുന്നത്. അങ്ങനെ കുറച്ച് ഹോട്ട് ഓയിലെല്ലാം ചെയ്ത് ഹെയറിന് കുറച്ച് റിലാക്സേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. സമയം കിട്ടുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. നമ്മൾ നമുക്ക് വേണ്ടി കെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുക? അതുകൊണ്ട് അത് മാറ്റി വെച്ചില്ല. അങ്ങനെ അതെല്ലാം ചെയ്ത് ഫ്രഷായിട്ട് ഇരുന്നപ്പോൾ ഇവരെങ്ങെത്തി. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത സർപ്രൈസ് ആയിരുന്നു ആരതിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അങ്ങനെ അവളുടെ ഗിഫ്റ്റ് കൊടുത്തപ്പം വീഡിയോയിൽ വരാൻ മടി കാരണം ഒളിച്ചു നിൽക്കുന്ന ആരതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ച് നിർത്തി അവളുടെ നമ്മൾ ഗിഫ്റ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യിപ്പിച്ചു. ഇതാണ് ഞങ്ങൾ അവൾക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഗൗരി എനിക്ക് അടുത്ത പ്രോഡക്റ്റ്. പിന്നെ ഈ കൊളാബറേഷൻ, പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പം അതൊരു ബാഡ് വേർഡ് അല്ലല്ലോ. അപ്പം ഗൗരിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് അവളെനിക്കിത് കൊണ്ടുവന്നു. അപ്പം വെൻ യു ഹാവ് എ ഫ്രണ്ട് ആസ് എൻ ഓൺട്രപ്രണർ എന്ന് പറയില്ലേ, എൻ്റെ ഓൺട്രപ്രണർ ഫ്രണ്ട് എനിക്ക് കൊണ്ടുവന്ന സാധനമാണ്. സോ അപ്പം നമ്മളാൽ കഴിയുന്ന രീതിക്ക് നമ്മളവളെ സപ്പോർട്ട് ചെയ്യണ്ടേ. ആൻഡ് അത് കഴിഞ്ഞ് ഇവർ വന്ന കാര്യം ഒരു എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവരിറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മേൻ്റെ ഈവനിങ് പുറത്തോട്ട് ഇറങ്ങി ഒരു ചെറിയ ഹെയർ സ്പായൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ പോകുന്ന വഴിയെല്ലാം നല്ല മോശമായി കിടന്നുകൊണ്ട് വഴിയേയും കുറ്റം പറഞ്ഞ്, ആ റോഡിൻ്റെ ആൾക്കാരെയും കുറ്റം പറഞ്ഞ്, എല്ലാവരെയും കുറ്റം പറഞ്ഞ് ഇങ്ങനെ മെയിൻ റോഡെത്തി. അങ്ങനെ അവിടെ നമ്മൾ നേരെ പാർലറിൽ പോയി ഒരു ഹെയർ സ്പായൊക്കെ ചെയ്തു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. പിന്നൊരു കാര്യം, ഈ പോകുന്ന വഴിക്ക് പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ടൈം ചായ ടൈം ആയതുകൊണ്ടും ടീ ടൈമിൽ ടീ കുടിക്കണം എന്നുള്ളത് കൊണ്ടും നമ്മളൊരു ടീയും ഒരു വടയും എല്ലാം കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ബിഗ് ബോസ് എല്ലാം കണ്ട് ആരാണ് ഔട്ടാവുന്നതെന്നെല്ലാം നോക്കി. അതിനാണല്ലോ വീക്കെൻഡ് എപ്പിസോഡ്. അങ്ങനെ അതെല്ലാം കണ്ട് ഞാൻ ഒരു ഗുഡ് ഹെയർ ഡേ ആയിട്ട് സ്പാ എല്ലാം ചെയ്തിട്ട് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.